കാസർഗോഡ് പൊലിയം തുരുത്ത് ഇക്കോ ടൂറിസം വില്ലേജിനെതിരെ ഉയർന്നുവരുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമെന്ന് സൊസൈറ്റി ഭാരവാഹികൾ. നിയമവിധേയമായി പ്രവർത്തിക്കുന്ന വിനോദസഞ്ചാര കേന്ദ്രത്തെ അപകീർത്തിപ്പെടുത്താനുള്ള നീക്കം തള്ളിക്കളയണമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ചന്ദ്രഗിരി ഇക്കോ ടൂറിസം ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ കീഴിലുള്ള ആദ്യ സംരംഭമാണ് പുലിയംതുരുത്ത് ഇക്കോ ടൂറിസം വില്ലേജ്. സ്വകാര്യ വ്യക്തികളിൽ നിന്ന് 30 വർഷത്തേക്ക് സ്ഥലം പാട്ടത്തിനെടുത്ത മികച്ച സൗകര്യമൊരുക്കി ആരംഭിച്ച ടൂറിസം വില്ലേജ് 3 വർഷത്തിനകം ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായി മാറിയിട്ടുണ്ട്. ടൂറിസം വില്ലേജ് ഉൾപ്പെട്ട സ്ഥലം തീരദേശ പരിപാലന നിയമത്തിന്റെ പരിധിയിൽ വരുന്നതല്ല. ഒറ്റ നിലയിലും നിശ്ചിത അകലത്തിലും സ്ഥാപിച്ച കെട്ടിടങ്ങളായതിനാൽ അഗ്നിരക്ഷാസേനയുടെ പ്രത്യേക അനുമതി വേണ്ടെന്ന് അധികൃതർ അറിയിച്ചിരുന്നു. 30 ലക്ഷം രൂപ ചെലവഴിച്ച മലിനീകരണ നിയന്ത്രണ പ്ലാന്റ് സ്ഥാപിച്ച് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ലൈസൻസ് നേടിയിട്ടുണ്ട്. 2022 മുതൽ 27 വരെ നിയമപരമായി പ്രവർത്തിക്കാനുള്ള K-SWIFT ലൈസൻസ് ടൂറിസം വില്ലേജിനുണ്ട്. വില്ലേജിലേക്കുള്ള കവാടമായ തൂക്കുപാലത്തിന്റെ വീതിയുമായി ബന്ധപ്പെട്ട നിയമപരമായ പ്രശ്നം ബോട്ട് ജെട്ടി നിർമ്മിച്ച് ക്രമവൽക്കരിച്ച് നൽകാനുള്ള ഉത്തരവ് ഗവൺമെന്റ് സെക്രട്ടറി ബേഡടുക്ക പഞ്ചായത്ത് സെക്രട്ടറിക്ക് നൽകിയിട്ടുണ്ട്. 2027 ഒക്ടോബറിനകം പെർമിറ്റിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാൽ മതി. വസ്തുതകൾ ഇങ്ങനെയായിരിക്കെയാണ് ചട്ടങ്ങളെല്ലാം പാലിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിനെതിരെ ചില മാധ്യമങ്ങളിലൂടെ വ്യാജവാർത്തകൾ പുറത്തുവന്നതെന്ന് സൊസൈറ്റി പ്രസിഡന്റ് സിജി മാത്യു പറഞ്ഞു. ഞങ്ങളിപ്പോൾ പ്രവർത്തിക്കുന്നത് K-SWIFT പ്രകാരമുള്ള ലൈസൻസ് എടുത്തിട്ടാണ്. അത് 2027 ഒക്ടോബർ മാസം വരെ ഇതിൻ്റെ പ്രവർത്തനാനുമതിയുണ്ട്. അതുകൊണ്ട് തന്നെ നിയമവിധേയമല്ലാതെയാണ് പ്രവർത്തിക്കുന്നതെന്ന വാദം തികച്ചും അടിസ്ഥാനരഹിതമാണ്. ഈ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സഹകരണ മേഖലയിലെ ഒരു സ്ഥാപനമാണ്. പ്രവാസികൾ ഉൾപ്പെടെയുള്ള ഷെയർ ഓഹരി ഉടമകളുടെ ഇൻവെസ്റ്റ്മെൻറ്റിലാണ് ഈ സ്ഥാപനം നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനത്തിനെതിരെയുള്ള എല്ലാ നിലയിലുള്ള കുപ്രചനങ്ങളെയും തള്ളിക്കളയണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നിയമപ്രകാരം ലഭ്യമാകുന്ന സർക്കാർ ഫണ്ട് പോലും വാങ്ങാതെ 480 ഷെയർ ഹോൾഡർമാരിൽ നിന്നും പണം സ്വരൂപിച്ച് 5 കോടി രൂപ ചെലവഴിച്ചാണ് ഇക്കോ ടൂറിസം വില്ലേജ് യാഥാർത്ഥ്യമാക്കിയത്. നിലവിൽ 18 പേർ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നുണ്ട്. ജില്ലയിലെ ടൂറിസം സാധ്യത പ്രയോജനപ്പെടുത്താനും അതുവഴി തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിട്ട് മാനദണ്ഡങ്ങളെല്ലാം പാലിച്ച് തികച്ചും നിയമവിധേയമായി പ്രവർത്തിക്കുന്ന പദ്ധതിക്കെതിരായ നീക്കം തള്ളിക്കളയണമെന്ന് സൊസൈറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കൈരളി ന്യൂസ്, കാസർഗോഡ്.